നമസ്കാരം. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ എന്താണ് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ സോളാർ ഉപഭോക്താക്കളായാലും സാധാരണ നോർമൽ കസ്റ്റമർ ആയാലും KICBയിൽ നിന്നും പണി കിട്ടാണ്ടിരിക്കാനും ഇരുട്ടടി കിട്ടാണ്ടിരിക്കാനും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുമായിരുന്നെങ്കിൽ, ഞാനൊരു 2023 മുതൽ സോളാർ കസ്റ്റമറാണ്. ലാസ്റ്റ് ഇയർ എനിക്ക് എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഏകദേശം 4000+ എനിക്ക് റീഫണ്ട് വന്നിട്ടുണ്ട്. അത് മനസ്സിലാവുന്നത് എൻ്റെ പ്ലാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ ഉപയോഗം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാവുന്നത്. സാധാരണ എൻ്റെ ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുന്നത് 250 യൂണിറ്റിന് താഴെയാണ് വരാറുള്ളത്. KICBയിൽ നിന്ന് റീഡിംഗ് വരുന്നത് എല്ലാ മാസവും 1-ാം തീയതിയാണ്. സോളാർ കസ്റ്റമർ ആയ കാരണം എല്ലാ മാസവും റീഡിംഗ് എടുക്കും. 1-ാം തീയതിയാണ് വരാറുണ്ടായിരുന്നത്. 2020 ഫെബ്രുവരിയിൽ എന്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ, ഫെബ്രുവരിയിലത്തെ ബില്ല് മാർച്ചിൽ വന്ന റീഡിങ്ങിന് വരുന്നത് ഇവരെന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ 1-ാം തീയതി വന്നില്ല റീഡിങ് എടുക്കാൻ. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, 1-ാം തീയതി കണ്ടില്ലല്ലോ. ഇല്ല, തിരക്കായ കാരണമാണ്, 2 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. 2-ാം തീയതി വന്നില്ല, 3-ാം തീയതി വന്നില്ല, 4-ാം തീയതി വന്നില്ല. 5-ാം തീയതിയാണ് ഇവർ 5/3 ഇവർ റീഡിങ് എടുക്കാൻ വരുന്നത്. അപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ പറഞ്ഞ 250 യൂണിറ്റ് എന്നുള്ളത് കടന്നുപോയി. 250 യൂണിറ്റ് മേലെ 290 യൂണിറ്റ് അങ്ങോട്ട് വന്നു. ഒരു 5 ദിവസത്തെ 290 യൂണിറ്റ് വന്നു. അപ്പോൾ അത് TOD ബില്ലിംഗ് ആയി മാറി. അങ്ങനെ TOD ബില്ലിലേക്ക് മാറുകയാണ് ചെയ്തത്. കുഴപ്പമില്ല, ഞാൻ സോളാർ കസ്റ്റമർ ആണല്ലോ, വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. നമ്മൾ നോക്കിയല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനത് കണ്ണടച്ചു പോയി. എന്നാലും ആ മാർച്ച് മാസത്തിൽ ബാലൻസ് എൻ്റെ എല്ലാ ഉപയോഗം കഴിഞ്ഞിട്ട് 1400 ചില്ലാൻ യൂണിറ്റ് എനിക്ക് ബാലൻസ് എൻ്റെ ബാങ്കിൽ കിടപ്പുണ്ട്. ഏപ്രിൽ മാസത്തെ ബില്ല് വന്നു. ഞാനത് ശ്രദ്ധിച്ചത് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ, ഏപ്രിൽ മാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻസ് 88 യൂണിറ്റേ കാണുന്നുള്ളൂ. ഞാൻ KICBയിൽ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു. ഓൾറെഡി സാറിൻ്റെ ഇത് ക്ലോസിംഗ് ആണ്, അത് റീഫണ്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടി കട്ട് ചെയ്ത് പോയതാന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഈ ജൂലൈ മാസത്തിലെ ബില്ല് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും ബില്ല് തരുമ്പോൾ ഏറ്റവും അടിയിൽ ഇതിൻ്റെ 254 രൂപ നിങ്ങളെ റീഫണ്ട് പോയിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ഒരു മെസ്സേജ്, ഒരു റൈറ്റിംഗ് കണ്ടു. ഞാൻ വീണ്ടും KICBയിൽ വിളിച്ചു. അതെന്താ അങ്ങനെ 254 രൂപ വരുന്നുണ്ട്, അതെന്താ കേസ് വെച്ചപ്പോൾ നിങ്ങൾ റീഫണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 1400 എൻ്റെ ബാലൻസ് കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ 250 രൂപ റീഫണ്ട് വരിക? അല്ല, അത് സാറേ മാർച്ച് മാസത്തിൽ സാറ് ഒരുപാട് ഉപയോഗം വന്നിട്ടുണ്ട്. ഞാൻ എത്ര ഉപയോഗം വന്നിട്ടുണ്ട്? 1600 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ ബില്ലൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. മാർച്ച് മാസത്തിൽ 1600 യൂണിറ്റാണ് എൻ്റെ വീട്ടിലെ റീഡിങ് വന്നിരിക്കുന്നത്. നോർമലി 250, 260 വരുന്ന കേസാണ്. TOD ബില്ലിംഗ് ആയിട്ട് കൂടി 250, 270 മാക്സിമം ഉള്ളിൽ വരുന്ന ബില്ലിംഗ് ആണ്. ഒരു മാസം മാത്രം 1600 യൂണിറ്റ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് അബ്നോർമലാണ്, ഞാനവിടെ വരാമെന്ന് വരുമെന്ന് പറഞ്ഞ് ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പ്രീവിയസ് ഒരു വർഷത്തെ ബില്ലെടുത്തു. അതിന് ശേഷമുള്ള മാർച്ച് മാസം ശേഷമുള്ള ജൂലൈ വരെയുള്ള ബില്ലെടുത്തു. എൻ്റെ 250, 270 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതൊരു അബ്നോർമാലിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്തില്ല? അല്ല, അത് വീട്ടിലെന്തെങ്കിലും ലോഡ് ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു സിംഗിൾ ഫേസ് കസ്റ്റമറാണ്. ഒരു സിംഗിൾ ഫേസ് ആയിട്ടുള്ള വീട്ടിൽ 60 യൂണിറ്റ്, അതായത് ഏകദേശം ഒരു ദിവസം 68-70 യൂണിറ്റാണ് അവർ പറയുന്നത് ഒരു വീട്ടിൽ. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ഞാൻ അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ പറയാം, നിങ്ങൾ ഉപയോഗിച്ചാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. കാരണം മാർച്ച് മാസത്തിൽ എൻ്റെ മീറ്റർ കംപ്ലൈൻ്റ് ആയി, നെറ്റ് മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ അവർക്ക് കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 23-ാം തീയതി മാറ്റിയിട്ട് 23-ാം തീയതി വരാനുള്ള യൂണിറ്റ്. ഞാൻ പറഞ്ഞു, 23-ാം തീയതി നിങ്ങൾ മാറ്റിയെന്നുണ്ടെങ്കിൽ എന്നാ കംപ്ലൈൻറ്റ് വന്നതെന്നറിയോ? എന്താ ഞാൻ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തതെന്നറിയാവോ? അബ്നോർമൽ റീഡിംഗ് ആണ്. അബ്നോർമൽ റീഡിംഗ് ശ്രദ്ധയിൽപ്പെട്ട കാരണമാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്ത്. അവർ വന്നു. അപ്പോൾ അവരില്ല, ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ മൈനസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും മൈനസ് ചെയ്തിട്ടുണ്ടായില്ല. ഫുൾ 1600 യൂണിറ്റ് എൻ്റെ ബില്ലടിച്ചിങ്ങോട്ട് തന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? സബ് എഞ്ചിനീയർക്ക് സംസാരിച്ചു. അപ്പോൾ അവർ മീറ്റർ ടെസ്റ്റിങ്ങിന് വിടാമെന്ന് പറഞ്ഞു. അതിനൊരു 750 രൂപ കൊടുത്ത് ഞാൻ ഇപ്പോൾ മീറ്റർ ടെസ്റ്റിംഗ് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മീറ്റർ ടെസ്റ്റിംഗ് വിട്ട് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് എന്നാണ് മീറ്റർ കംപ്ലൈൻ്റ് ആയത്, എന്തുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആയത്, ഡീറ്റെയിൽസ് മുകളിൽ നിന്ന് എടുക്കാൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ തീരുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. എന്നാണോ ഇനി ഇത് എനിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ കൺസ്യൂമർ കോർട്ട് പോകും. കാരണം ഇവരുടെ ഒരു അനാസ്ഥ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നുമല്ലാണ്ട് ഒരു സിംഗിൾ ഫേസിൽ സാധാരണ വരുന്ന 250 യൂണിറ്റ് ഒരു 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി ആയാലും 1600 യൂണിറ്റ് വരില്ല.
ഇപ്പോൾ ഒരു അബ്നോർമൽ ഹൈക്ക് വരുമ്പോൾ അവർക്ക് ചെക്ക് ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അവർ ചെക്ക് ചെയ്യണം. അവർക്ക് തന്നെ അറിയാം മീറ്റർ കംപ്ലൈന്റ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം മീറ്ററിൽ ഓവർ റീഡിംഗ് ആയിട്ട് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് മന്ത് എൻഡിലാണ് അവർ മീറ്റർ ഒന്ന് മാറ്റിയിരിക്കുന്നത്. KCB പ്രൊവൈഡ് ചെയ്യുന്ന മീറ്ററാണ്. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, അവരെന്ത് തമ്മിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വരും. ബെറ്റർ എന്താണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും റീഡിംഗ് എടുത്ത് വെക്കുക. ഒരു പർട്ടിക്കുലർ ടൈമിൽ രാവിലെ മോർണിംഗ് എപ്പോഴെങ്കിലും പർട്ടിക്കുലർ റീഡിംഗ് എല്ലാം റീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ ഒരു ഹൈക്കോ ഒരു പണിയോ കിട്ടില്ല, ഷോക്കായി പോകും. 1600 യൂണിറ്റിന്റെ ബില്ലൊന്നും ഞാനൊരു സോളാർ കസ്റ്റമറാണ്, എന്റെ ബാങ്കിൽ ബാലൻസ് ഉള്ള കാരണവും എനിക്ക് ഇഷ്യൂ ഉണ്ടായില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇത് വലിയൊരു എമൗണ്ടിലേക്ക് പോവില്ലേ, വലിയൊരു ബാധ്യതയായി തീരില്ല എനിക്ക്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ് നടക്കുകയാണ്. ഇത് മീറ്റിംഗ് ടെസ്റ്റിംഗ് വരട്ടെ, റിസൾട്ട് വരട്ടെ, എന്താണ് അതിൻ്റെ ഇതെന്ന് നോക്കാം. അപ്പോൾ മാന്യ സോളാർ ഉപയോഗിക്കുന്നവരും അല്ലാത്തതുമായ നോർമൽ കസ്റ്റമറോട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ എപ്പോഴും റീഡിംഗ് ആ മീറ്ററിനെ 100% നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അത് പണി വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നില്ല, നമുക്ക് ബില്ലടിച്ച് തരും, പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കണം, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി നോക്കുക. എന്തെങ്കിലും അബ്നോർമൽ റീഡിങ്ങിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ KCB റിപ്പോർട്ട് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക. ഇതൊക്കെ നാളെ ഒരു പ്രൂഫിനായിട്ട് നമുക്ക് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ താണ്ട ഇന്ന ഡേറ്റിലെ വീഡിയോ ഇതാ, ഇന്ന റീഡിംഗ് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ ഈ നോട്ട് ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ദിവസം പറ്റുമെങ്കിൽ വൺസ് ഇൻ വീക്ക് അങ്ങനെയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നന്നാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും അറിയട്ടെ. കാരണം നമ്മൾ അറിയാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഒരു രീതി അങ്ങനെയല്ല. നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത പോലെയാണ് ഇപ്പോൾ അവരുടെ നിങ്ങളെ വീട്ടിൽ എന്തോ ലോഡ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 250 യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഒരു വീട്ടിൽ 1600 യൂണിറ്റ് മന്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അത് അബ്നോർമലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. കൂടാതെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാവരുടെ അനുഭവത്തിലൊന്ന് വരട്ടെ, എല്ലാവരും ഒന്ന് അവയർനെസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.